നമ്മൾ ഒരു അളവുകോൽ ഉണ്ടാക്കിയിരുന്നു. ഹൈഡ്രജൻ ഇലക്ട്രോഡ് 0, അതുമായി താരതമ്യം ചെയ്ത് കോപ്പറിന് +0.34, സിങ്കിന് -0.76, ഇങ്ങനെ ഓരോ ഇലക്ട്രോഡിനും ഒരു കൃത്യമായ സംഖ്യ കിട്ടി. ഇന്ന് നമ്മൾ ഈ സംഖ്യകൾ ഉപയോഗിക്കും. എല്ലാ ഇലക്ട്രോഡുകളെയും ക്രമത്തിൽ അടുക്കിവെച്ച് ഏത് റിയാക്ഷൻ സ്വയം നടക്കും എന്ന് മുൻകൂട്ടി പറയും. ആ ഡാനിയൽ സെല്ലിന്റെ 1.1 വോൾട്ട് സ്വയം കണക്കാക്കും. ഇതുപോലെ ഓരോ ഇലക്ട്രോഡിന്റെയും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അളന്ന് ഏറ്റവും വലിയ പോസിറ്റീവ് വില മുകളിൽ, ഏറ്റവും വലിയ നെഗറ്റീവ് വില താഴെ, ഇങ്ങനെ ഒരു ക്രമത്തിൽ അടുക്കിവെച്ച ടേബിളാണ് ഇലക്ട്രോകെമിക്കൽ സീരീസ്. ഈ ടേബിളിന്റെ നടുവിൽ ഹൈഡ്രജൻ, നമ്മുടെ 0 അടയാളം. അതിന് മുകളിലുള്ളവയ്ക്ക് പോസിറ്റീവ് വില, താഴെയുള്ളവയ്ക്ക് നെഗറ്റീവ് വില. ഏറ്റവും മുകളിൽ ഏറ്റവും പോസിറ്റീവ് വിലയുള്ളവ ഇലക്ട്രോൺ പിടിച്ചെടുക്കാൻ ഏറ്റവും തയ്യാറുള്ളവ. മറ്റുള്ളവയിൽ നിന്ന് ഇലക്ട്രോൺ പിടിച്ച് അവയെ ഓക്സിഡൈസ് ചെയ്യുന്നതുകൊണ്ട് ഇവയെ ഓക്സിഡൈസിംഗ് ഏജന്റ് എന്ന് വിളിക്കുന്നു. ഏറ്റവും മുകളിലെ ഫ്ലൂറിനാണ് ഏറ്റവും ശക്തമായ ഓക്സിഡൈസിംഗ് ഏജന്റ്. ഏറ്റവും താഴെ ഏറ്റവും നെഗറ്റീവ് വിലയുള്ളവ ഇലക്ട്രോൺ വിട്ടുകൊടുക്കാൻ ഏറ്റവും തയ്യാറുള്ളവ. മറ്റുള്ളവയ്ക്ക് ഇലക്ട്രോൺ കൊടുത്ത് അവയെ റിഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇവയെ റിഡ്യൂസിംഗ് ഏജന്റ് എന്ന് വിളിക്കുന്നു. ഏറ്റവും താഴെയുള്ള ലിഥിയമാണ് ഏറ്റവും ശക്തമായ റിഡ്യൂസിംഗ് ഏജന്റ്. അതായത് ഈ ടേബിളിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ വില കുറയുന്നു. ഇലക്ട്രോൺ പിടിക്കാനുള്ള താൽപ്പര്യം കുറയുന്നു. ഇലക്ട്രോൺ കൊടുക്കാനുള്ള താൽപ്പര്യം കൂടുന്നു. വാക്കിൽ മുകളിലുള്ളവ ഇലക്ട്രോൺ പിടിക്കും, താഴെയുള്ളവ ഇലക്ട്രോൺ കൊടുക്കും. പോസിറ്റീവ് വില ഉള്ളവ ഹൈഡ്രജനേക്കാൾ എളുപ്പത്തിൽ റിഡ്യൂസ് ആകും. നെഗറ്റീവ് ആണെങ്കിൽ ഹൈഡ്രജൻ ആണ് കൂടുതൽ സ്ഥിരതയുള്ളത്. ഈ ടേബിളിന്റെ ഏറ്റവും വലിയ ഉപയോഗം ഇതാണ്. രണ്ട് വസ്തുക്കളെ എടുത്താൽ ടേബിളിൽ മുകളിലുള്ളത് താഴെയുള്ളതിൽ നിന്ന് ഇലക്ട്രോൺ പിടിച്ചെടുക്കും. ആ ദിശയിലുള്ള റിയാക്ഷൻ സ്വയം നടക്കും. നമ്മുടെ സിങ്കും കോപ്പറും നോക്കാം. സിങ്ക് ടേബിളിൽ താഴെ, കോപ്പർ മുകളിൽ. അതുകൊണ്ട് സിങ്ക് ഇലക്ട്രോൺ കൊടുക്കും. കോപ്പർ 2+ അത് സ്വീകരിക്കും. സിങ്ക് കോപ്പറിനെ അതിന്റെ സൊല്യൂഷനിൽ നിന്ന് പുറത്താക്കും. ഇതുകൊണ്ട് ഒരു പ്രായോഗിക ഉത്തരം കിട്ടും. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഒരു സിങ്ക് പാത്രത്തിൽ സൂക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം സിങ്ക് പാത്രം ഇലക്ട്രോൺ കൊടുത്ത് അലിഞ്ഞുപോകും. പകരം കോപ്പർ പാത്രത്തിൽ അടിയും. പാത്രം നശിക്കും. ഇനി ഒരു സെൽ എത്ര വോൾട്ട് തരുമെന്ന് കണക്കാക്കാം. ഒരു ലളിതമായ സൂത്രവാക്യമുണ്ട്. സെൽ പൊട്ടൻഷ്യൽ സമം കാഥോഡിന്റെ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിന്റെ പൊട്ടൻഷ്യൽ. The cell potential is the difference between the electrode potentials, reduction potentials of the cathode and anode. ഓരോ ഭാഗവും നോക്കാം. കാഥോഡ് റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോൺ പിടിക്കുന്ന ഇലക്ട്രോഡ്. ആനോഡ് ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോൺ കൊടുക്കുന്ന ഇലക്ട്രോഡ്. കാഥോഡിന്റെ വിലയിൽ നിന്ന് ആനോഡിന്റെ വില കുറച്ചാൽ സെല്ലിന്റെ ആകെ വോൾട്ട് കിട്ടും. ഡാനിയൽ സെല്ലിൽ കാഥോഡ് കോപ്പർ, അതിന്റെ വില +0.34. ആനോഡ് സിങ്ക്, അതിന്റെ വില -0.76. അപ്പോൾ സെൽ പൊട്ടൻഷ്യൽ സമം 0.34 മൈനസ് ബ്രാക്കറ്റിൽ -0.76. മൈനസ് കൂട്ടിയാൽ പ്ലസ്, അതായത് 0.34 + 0.76 സമം 1.1 വോൾട്ട്. ഇതുതന്നെയാണ് ഡാനിയൽ സെൽ ബൾബ് കത്തിച്ച ആ 1.1 വോൾട്ട്. ഇപ്പോൾ ആ സംഖ്യ എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്ക് കൃത്യമായി അറിയാം. ഒരു കാര്യം കൂടി, സെൽ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ സ്വയം നടക്കും. അത് ഒരു ഗാൽവാനിക് സെൽ ആകും. നെഗറ്റീവ് ആണെങ്കിൽ അത് സ്വയം നടക്കില്ല. ഒരു ഉദാഹരണം കൂടി. കോപ്പറും സിൽവറും ചേർന്ന സെൽ, സിൽവർ ടേബിളിൽ മുകളിൽ, അതുകൊണ്ട് സിൽവർ കാഥോഡ്, അതിന്റെ വില +0.8. കോപ്പർ ആനോഡ്, അതിന്റെ വില +0.34. സെൽ പൊട്ടൻഷ്യൽ സമം 0.8 മൈനസ് 0.34 സമം 0.46 വോൾട്ട്. ഇതേ സൂത്രവാക്യം ഏത് സെല്ലിനും. ഒരു ഉദാഹരണം നോക്കാം. ഏതൊക്കെ വസ്തുക്കൾ അയൺ 2+നെ അയൺ 3+ ആക്കി ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും? അയൺ 3+ / അയൺ 2+ന്റെ വില +0.77. അയൺ 2+ൽ നിന്ന് ഇലക്ട്രോൺ പിടിച്ചെടുക്കണമെങ്കിൽ ആ വസ്തുവിന്റെ വില +0.77നേക്കാൾ കൂടുതലായിരിക്കണം. അതായത് ടേബിളിൽ ഈ വരയ്ക്ക് മുകളിലുള്ളവ. ഉദാഹരണത്തിന് ക്ലോറിൻ, പെർമാംഗനേറ്റ്, ഡൈക്രോമേറ്റ്. ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വിലകൾ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഒരു സൊല്യൂഷന്റെ pH അളക്കാൻ, ഒരു വസ്തു എത്രത്തോളം അലിയുമെന്ന് അറിയാൻ, റിയാക്ഷനുകളുടെ ബാലൻസ് കണക്കാക്കാൻ, പിന്നെ കൃത്യമായ അളവുകൾക്കും. ഒന്ന് ഓർത്തു നോക്കാം. എല്ലാ ഇലക്ട്രോഡുകളെയും ക്രമത്തിൽ അടുക്കിയാൽ ഇലക്ട്രോകെമിക്കൽ സീരീസ്. മുകളിലുള്ളവ ഇലക്ട്രോൺ പിടിക്കും, താഴെയുള്ളവ കൊടുക്കും. മുകളിലുള്ളത് താഴെയുള്ളതിൽ നിന്ന് ഇലക്ട്രോൺ പിടിക്കുന്ന റിയാക്ഷൻ സ്വയം നടക്കും. സെൽ പൊട്ടൻഷ്യൽ സമം കാഥോഡ് മൈനസ് ആനോഡ്. ഇതുവരെ നമ്മൾ സ്റ്റാൻഡേർഡ് അവസ്ഥയിലെ ഒരു മോളാർ കൺസെൻട്രേഷനിലെ വിലകളാണ് നോക്കിയത്. കൺസെൻട്രേഷൻ മാറിയാൽ പൊട്ടൻഷ്യൽ എങ്ങനെ മാറും എന്ന് നമ്മൾ പിന്നീട് നോക്കും.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.